ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ജപ്പനീസ് ഡാർണിങ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോണേ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഹാൻഡ് എംബ്രോയിഡറി, നൂൽ, നീഡിൽ ഫ്രെയിം, ക്ലോത്ത് ഫ്രെയിമിൽ നല്ല ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 3 വര വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഡാർണിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ഡാർണിങ് സ്റ്റിച്ചാണ് ഈ 3 വരികളിലും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 3 വരി ഈക്വലായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എല്ലാം 1 സെൻറ്റിമീറ്റർ വെച്ച്, ഇനി അതല്ല 1/2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1/2 സെൻറ്റിമീറ്റർ, ഇനി എത്രയാണോ അത്രയും വെച്ചിട്ട് നമ്മൾ മുഴുവൻ ഈക്വലായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇനി ഈ 3 വരികളിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1/2 സെൻറ്റിമീറ്ററിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് അടുത്ത 1/2 സെൻറ്റിമീറ്റർ വിട്ട് വീണ്ടും 1/2 സെൻറ്റിമീറ്ററിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് അടുത്ത 1/2 സെൻറ്റിമീറ്റർ വിട്ട് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ചും സ്പേസും ഈക്വലായിട്ട് നമ്മൾ ഈ വരി മുഴുവൻ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഈ 3 വരിയും നമ്മൾ ചെയ്യുകയാണേ. ഇവിടെ ആദ്യത്തെ വരി ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴത്തെ വരിയിലാണ്. അവിടെ നമ്മൾ ഫസ്റ്റ് വരിയിൽ ചെയ്യാത്ത സ്പേസ് വിട്ട ഭാഗങ്ങളിൽ അവിടെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെയും രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെയും നടുവിലൂടെ ഇതുപോലെ ഇങ്ങനെ ഈ വരി മുഴുവൻ ചെയ്തെടുക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ 3ാമത്തെ വരിയിലെത്തുമ്പം ആദ്യത്തെ വരി ചെയ്ത പോലെ തന്നെ ഈ 2ാമത്തെ വരിയിൽ സ്പേസ് വിട്ട ഭാഗങ്ങളിലാണ് 3ാമത്തെ വരിയിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഇപ്പം 2ാമത്തെ വരി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3ാമത്തെ വരിയിൽ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ റോയിൽ ചെയ്തില്ലേ അതുപോലെയാണ് വരിക. അപ്പോൾ അത് മുഴുവൻ ഞാൻ ചെയ്തെടുക്കട്ടെ. ഇവിടെ ഇപ്പോൾ 3ാമത്തെ വരിയും കഴിയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിന് സ്റ്റാർട്ടിങ് പോയിന്റിൽ അതിലൂടെ വീണ്ടും സൂചി ഇങ്ങനെ ഉയർത്തിയെടുത്തിട്ട് 2ാമത്തെ വരിയിലേക്ക് ആ ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ എൻഡിങ് പോയിന്റിൽ അവിടേക്ക് ഇറക്കി കൊടുക്കുക. അതേ പോയിന്റിലൂടെ, എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലൂടെ സൂചി ഉയർത്തി 3ാമത്തെ വരിയിൽ തന്നെ 2ാമത്തെ സ്റ്റിച്ചിൻ്റെ എൻഡിങ് പോയിന്റിൽ അവിടെ കൂടെ താഴത്തേക്ക് ഇറക്കി കൊടുക്കുക. ഇനി ഈ 2ാമത്തെ സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ അതിലൂടെ സൂചി ഉയർത്തിയെടുത്തിട്ട് 2ാമത്തെ റോയിലെ 2ാമത്തെ സ്റ്റിച്ചില്ലേ ലാസ്റ്റ് നിന്ന് വരുന്ന 2ാമത്തെ സ്റ്റിച്ച് അതിൻ്റെ എൻഡിങ് പോയിന്റിലൂടെ ഇറക്കി കൊടുക്കുക. ഇങ്ങനെ ഇത് മുഴുവൻ ചെയ്തെടുക്കുക.
അപ്പോൾ ഈ വരിയിൽ ഇത് കഴിയാറായിട്ടുണ്ട്. അപ്പം നമ്മൾ സൂചി താഴോട്ടേക്ക് ഇറക്കി ഇപ്പോൾ എടുത്ത രണ്ടാമത്തെ വരിയില്ലേ, ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് വലിച്ചെടുത്തിരിക്കുന്ന അതേ പോയിന്റിലൂടെ നമ്മൾ വീണ്ടും സൂചി ഉയർത്തിയെടുക്കുക. എന്നിട്ട് മൂന്നാമത്തെ വരിയിലേക്ക് ഫസ്റ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ എൻഡിങ് പോയിന്റ് ഇല്ലേ, അതിലൂടെ താഴോട്ടേക്ക് സൂചി ഇറക്കി കൊടുക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലൂടെ സൂചി ഉയർത്തിയെടുത്തതിന് ശേഷം ഫസ്റ്റ് റോയിൽ കേട്ടോ രണ്ടാമത്തെ റോൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ എൻഡിങ് പോയിന്റിലൂടെ സൂചി താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് അതേ സെക്കൻഡ് റോയിൽ തന്നെ സെക്കൻഡ് സ്റ്റിച്ചില്ലേ, അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലൂടെ സൂചി ഉയർത്തിയെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ എൻഡിങ് പോയിന്റിലൂടെ താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇത് മുഴുവൻ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 3 സ്ട്രാൻഡ്സ് നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ കഴിയാണ്. അപ്പോൾ നൂല് താഴോട്ടേക്ക് ഇറക്കി കൊടുത്ത് അടിയിലൊരു നോട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിരുന്നേരെ ബൈ ബൈ.